ഏതായാലും എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ സഭയിൽ പുതിയൊരു ദിശാബോധം കൊടുത്ത ഒരു മാർപ്പാപ്പയാണ് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ കോൺക്ലേവ് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ നമ്മൾ കാണാൻ തുടങ്ങിയതാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് സുവിശേഷവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ സഭയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അത് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും വേറെ ഏതാണെങ്കിലും, അതെല്ലാം ഈ സുവിശേഷവൽക്കരണത്തെ ലക്ഷ്യമാക്കി വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം, താല്പര്യം. ആ സുവിശേഷം എന്ന് പറയുന്നത് കേവലം നമ്മൾ പരമ്പരാഗതമായിട്ട് പറയുന്ന ഒരു മിഷൻ പ്രവർത്തനമല്ല. അതിലുപരിയായിട്ട് നമ്മുടെ അനുദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മളുടെ ശൈലി, പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ എല്ലാ തലങ്ങളിലും ഈ സുവിശേഷവൽക്കരണത്തിന്റെ ഒരു സന്ദേശമാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം സന്തോഷത്തിന്റെ ഒരാശയമാണ് എപ്പോഴും പറഞ്ഞിരുന്നത്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ ആ ഒരു ജീവിതമാണ്. സന്തോഷമില്ലാത്ത ക്രൈസ്തവ ജീവിതം ക്രൈസ്തവമല്ല. മൂന്നാമതായിട്ട് അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യം, അദ്ദേഹം കൊണ്ടുവന്നതല്ല, അതാണ് യഥാർത്ഥ ക്രൈസ്തവീയത, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ദരിദ്രമായ സഭ, അതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഗോയിങ് ടു ദ പെരിഫറീസ് എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. നാലാമതായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് നമ്മുടെ ഈ വൈദിക സന്യസ്ത അല്ലെങ്കിൽ മെത്രാൻ ജീവിതത്തിലുള്ള അരഗൻസ്, ക്ലരിക്കലിസം എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞു. ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗത്തിൽ അതേക്കുറിച്ചൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ക്ലരിക്കലിസം സഭയിൽ നിന്ന് ഇല്ലാതാകണം. അതുപോലെ ഈ സഭയിലെ സമൂഹത്തിലുമെല്ലാം ജെൻഡർ ഇക്വാളിറ്റി, അതെല്ലാം വേണം. അതുകൊണ്ടാണ് അദ്ദേഹം വത്തിക്കാനിലുള്ള പല ഭരണ സംവിധാനങ്ങളിലും മുതിർന്ന ഉയർന്ന തസ്തികകളിലേക്ക് സ്ത്രീകളെയൊക്കെ നിയമിച്ചത്. റോമിലുള്ള പല യൂണിവേഴ്സിറ്റികളുടെ പ്രൊഫസർമാർ, അതിന്റെ റെക്ടർമാരായിട്ട് നിയമിക്കപ്പെട്ടത് സിസ്റ്റേഴ്സ് ഒക്കെയാണ്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ ഒരു ആശയം. വ്യത്യസ്തമായതല്ല, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ വന്നിരിക്കുന്ന നിയമത്തെ പ്രവാചകന്മാരെയോ ഇല്ലായ്മ ചെയ്യാനല്ല, അതിനെല്ലാം പൂർത്തീകരിക്കാനാണ്. കർത്താവ് നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അത് പുതിയ ആശയമല്ല, അത് പഴയ നിയമത്തിലുള്ളത് തന്നെയാണ്. പക്ഷെ കർത്താവ് അതിനൊരു പുതിയ വ്യാഖ്യാനവും ഒരു പുതിയ അർത്ഥവും കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മാർപ്പാപ്പയെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഇങ്ങനെ ഒരു പുതിയ ആശയം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്നത്. അത് മനുഷ്യന്റെ എല്ലാം മനസ്സിൽ എന്നും ഇങ്ങനെ തങ്ങി നിൽക്കും. അദ്ദേഹത്തിനൊരു ശരിയായ പിൻഗാമി, ഇദ്ദേഹത്തിൽ തന്നെ മുൻപോട്ട് പോകാൻ പറ്റുന്ന ഒരാള് ലഭ്യമാകുമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടെ, അതായത് സഭയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തിരുന്നു. സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേക സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് സീറോ മലബാർ സഭയെ ഫ്രാൻസിസ് മാർപ്പാപ്പ കണ്ടത്. ശംഷാബാദ് രൂപതയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടല്ല നമുക്കറിയാം. ഈ വിഷയത്തിൽ പിതാവിന് പറയാനുള്ളത്? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനസ്സിൽ വാസ്തവത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ആരെയും പുറത്താക്കാത്ത ഒരു ചിന്തയാണ് അദ്ദേഹത്തിന് മനസ്സിൽ എപ്പോഴും ഉണ്ടായെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ആദിലമിന സന്ദർശനത്തില് ഞങ്ങള് മിത്രാന്മാർ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഗൾഫിലെ കാര്യം, ഇന്ത്യയിലെ കാര്യം ഒക്കെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ സാധ്യമായത്. എവിടെയെങ്കിലും ഒക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ വളരെ ലളിതമായിട്ട് അദ്ദേഹം കാണുകയും ആ തടസ്സങ്ങൾ എന്നൊക്കെ വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൾഫിലെ കാര്യം ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതൊക്കെ ശരിയാവും, അതിന് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉള്ള ആ തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ ആശ്വസിപ്പിച്ചുവിട്ടതാണ്. അതുകൊണ്ട് ഈ ശംഷാബാദിന്റെ സ്ഥാപനമാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലുള്ള രൂപതകളുടെ സ്ഥാപനമൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ആരെങ്കിലും മാത്രം മതി എന്നുള്ള ചിന്തയല്ല, എല്ലാവരും വളരണം, എല്ലാവർക്കും അവകാശങ്ങളുണ്ട്, അതിനെല്ലാം മാനിക്കണമെന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം അവിടെയൊക്കെ ചിലപ്പോൾ ഒരു വിടവ് ഉണ്ടാക്കാം, നിർബന്ധമില്ല, എങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്.
പിതാവെ, മറ്റൊരു കാര്യം, പിതാവുമായുള്ള പേഴ്സണൽ ബന്ധം, ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ചേർന്ന് എന്തെങ്കിലും വ്യക്തിപരമായ അനുഭവം അങ്ങേക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തെ 2 പ്രാവശ്യമേ കണ്ടുള്ളൂ. ഒന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ആ വർഷം തന്നെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അന്ന് ഈ ബുധനാഴ്ചകളിലുള്ള അദ്ദേഹത്തിന്റെ പൊതു ദർശന സമയത്ത് മെത്രാന്മാർക്ക് സ്വകാര്യ ഓഡിയൻസ് തന്റെ വസതിയിൽ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം കൊടുക്കാത്ത പക്ഷം അവരെ അങ്ങനെ ആ പൊതു ദർശനത്തിൽ അദ്ദേഹത്തിന്റെ വേദിയുടെ ഇരുവശത്തുമായിട്ട് അവിടെ സീറ്റ് ഉണ്ടാകും. ദർശനത്തിന് അല്ലെങ്കിൽ ആ പ്രസംഗത്തിന്റെ ഒക്കെ അവസാനമായിട്ട് അദ്ദേഹം ഓരോരുത്തരായിട്ട് കാണും. 2, 3, 4 മിനിറ്റ് ഒക്കെ സംസാരിക്കും. അങ്ങനെ ഞാൻ അദ്ദേഹവുമായിട്ട് ആദ്യം പോയി സംസാരിച്ചു. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി, ഞാനിങ്ങനെ സിറോ മലബാർ സഭയിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ്, ഇന്ന രൂപതയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെയുണ്ട്, എത്ര ക്രിസ്ത്യാനികളുണ്ട്, എത്ര അച്ഛന്മാരുണ്ട്, എത്ര കന്യാസികളുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിച്ചു. അതിനുശേഷം തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അവിടെ സിറോ മലബാർ സഭയിൽ ഒരുപാട് അച്ഛന്മാരും കന്യാസികളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കുറച്ച് പേരെ തരാൻ പാടില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പിതാവേ, ധാരാളം പേര് ഇപ്പൊ തന്നെ ഉണ്ട്, അതുകൊണ്ട് എവിടെ ചെന്നാലും ഒരു സിറോ മലബാർ അച്ഛനെ കന്യാസികളെ കണ്ടുമുട്ടാനായിട്ട് കഴിയും. അത് ഞാൻ പറഞ്ഞു, വത്തിക്കാനിൽ തന്നെ ഉണ്ട്. അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞതായിരിക്കും. അതാണ് ഒരു അനുഭവം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അനുഭവം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 2019 ആദിലിമിനായുടെ സമയത്ത് പോയതാണ്. അവിടെ ചെന്ന് വേടിക്ക് മാർപ്പാപ്പയുടെ കാലത്ത് ചുരുക്കം 1-2 പേരെ ഒന്നിച്ചായി കാണുന്ന രീതി. പിന്നീട് ഈ മാർപ്പാപ്പ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു എപ്പിസ്കോപ്പൽ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കാണുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ സിറോ മലബാർ സഭയിലുള്ള എല്ലാ മിത്രാന്മാരെയും ഒരുമിച്ച് അദ്ദേഹം അവിടെയുള്ള ഒരു ഹാളിൽ കാണുന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരുന്നു. അവിടെ ഞാൻ ഏറ്റവും അധികം സ്പർശിച്ച ഒരു കാര്യം, അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള കസേര കുറച്ച് ദൂരെയായിട്ട് തോന്നി. അദ്ദേഹത്തിന് അതെടുത്ത് അല്പം കനമുള്ളതാണ്, വലിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഇട്ടിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. അദ്ദേഹത്തിനൊരു എഴുതിക്കൊണ്ട് വന്ന കടലാസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ സൗഹൃദപരമായിട്ട് സംസാരിച്ചാൽ മതി, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കാം, എനിക്ക് പറയാനുള്ള ഉത്തരം ഞാൻ പറയും എന്ന് പറഞ്ഞ് വളരെ തമാശ ഒക്കെ പറഞ്ഞങ്ങനെ പോവുകയാണ്. അതിനിടയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, മീറ്റിങ്ങിനിടയ്ക്ക് പോയി കുടിച്ചോളാം, കുഴപ്പമൊന്നുമില്ല, അതൊന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ അപ്പുറത്ത് ടോയ്ലറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യം തോന്നുമ്പോൾ അങ്ങനെയും പോകാം. ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ളതല്ലേ, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ട പോലെ ചെയ്തുകൊള്ളുക എന്നും പറഞ്ഞ് അദ്ദേഹം വളരെ ലളിതമായിട്ട് ഒരു സാധാരണ വീട്ടിൽ അപ്പനും മക്കളും ഒരുമിച്ച് വർത്തമാനം പറയും പോലെ പറയുന്ന ആ രീതിയിൽ യാതൊരു കോംപ്ലിക്കേഷൻ, ഒരു സങ്കീർണതയൊന്നും ഇല്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് പറ്റിയ ഉത്തരം പറയും. ചിലപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ ചില തമാശ ഒക്കെ പറയും. അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഞങ്ങള് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ അതിനെല്ലാം വളരെ ഇങ്ങനെ അതായത് വളരെ സൗഹൃദപരമാക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ 2 അനുഭവങ്ങളാണ് വ്യക്തിപരമായിട്ട് അദ്ദേഹമായിട്ടുണ്ടായിരുന്നത്. പിതാവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു പാപ്പയാണ്, എല്ലാ സമൂഹത്തെയും. അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി സഭ നിൽക്കണമെന്ന് പറഞ്ഞതാണ്. അദ്ദേഹം സ്ഥാനമേറ്റ ആ സമയം മുതൽ അവസാന നിമിഷം വരെ പറഞ്ഞുകൊണ്ടിരുന്നതും കുടിയേറ്റക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പാവപ്പെട്ടവരോടുമൊപ്പം സഭ ഉണ്ടാവണം, എല്ലാവരോടും തുറവി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗം, ഇത് സഭയെ ഏതെങ്കിലും തരം ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും അത് ബാധിക്കുക, അങ്ങനെ എന്തെങ്കിലും പിതാവിന് ഷെയർ ചെയ്യാനുണ്ടോ? നമുക്കിപ്പോ ഒരു ഭാവിയെ കുറിച്ചൊരു പ്രവചനമൊന്നും സാധ്യമല്ല. കാരണം സഭ നയിക്കപ്പെടുന്നത് മനുഷ്യരാലാണെങ്കിലും അതിലൂടെ ദൈവത്തിന്റെ ആത്മാവാണ് നയിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ പോയാലും ആ വിടവ് നികത്താനായിട്ട് മറ്റൊരാളെ ദൈവം തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ കാലടികളെ പിൻചെന്ന് ഇതിനെ പൂർത്തീകരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരാൾ തന്നെ വരും എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. തീർച്ചയാണ് മനുഷ്യനെന്ന നിലയിൽ കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും അതിന്റെ പ്രവർത്തന ശൈലിയിൽ. പക്ഷേ എങ്കിലും കാതലായ മാറ്റങ്ങളൊന്നും വരികയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറഞ്ഞതായിരുന്നു, അദ്ദേഹത്തെ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കാവുന്ന ആ കോൺക്ലേവില് തന്റെ അടുത്തിരുന്ന മറ്റൊരു കർദിനാൾ പറഞ്ഞ കാര്യം പിന്നീട് അദ്ദേഹം പറയുണ്ടായി, നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞത്, പാവങ്ങളെ മറക്കരുത്. ഫ്രാൻസിസ് എന്നുള്ള പേരെടുത്തത് തന്നെ അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു. ഒരു ജെസ്യൂട്ടായ ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ ഒരു ഫ്രാൻസിസ്കൻ പേര് എടുക്കുമെന്ന് ആരും അങ്ങനെ വിചാരിച്ചില്ല. അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു, കുറെ പേരെങ്കിലും വിചാരിച്ചു ഒരുപക്ഷെ ഫ്രാൻസിസ് സേവിയർ ആയിരിക്കാം, ഫ്രാൻസിസ് സാലസ് ആയിരിക്കാം. പക്ഷെ പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞു, അല്ല, ഇതൊന്നുമല്ല, ഫ്രാൻസിസ് അസീസ് തന്നെയാണ്. കാരണം ഈ ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ തന്നെ ഓർമ്മപ്പെടുത്താനായിട്ട് ഇത് എന്നും വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്.
അതുപോലെ തന്നെ അദ്ദേഹം ഒരു ലാളിത്യം, അല്ലെങ്കിൽ നമുക്കറിയാം അദ്ദേഹം വത്തിക്കാനിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ചെറിയൊരു ഫിയാത്ത് ചിങ്കോച്ച എന്ന് പറഞ്ഞ ചെറിയ കാറിലാണ്. അത് പ്രതീകാത്മകമാണ്. അദ്ദേഹം ദൂരെ യാത്ര ചെയ്യുമ്പോൾ അതിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം അതിലൊന്നും വലിയ കാര്യം കണ്ടില്ല. അതായത് അത്യാവശ്യത്തിലൊക്കെ സഞ്ചരിക്കുന്ന അത്രയും ആവശ്യമുള്ളൂ. അതൊരു പ്രതീകാത്മകമായ പ്രക്രിയയാണ്. അതുപോലെ അദ്ദേഹം പ്ലെയിനിലൊക്കെ കയറി യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബാഗ് സ്വന്തമാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്, വേറെ ആരും എടുത്തോണ്ടൊന്നും പുറകെ പോകാറില്ല. ഇതെല്ലാം കാണിക്കുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ലാളിത്യം, അതുപോലെ സാധാരണ മനുഷ്യനോട് താതാത്മ്യം പ്രാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു തീക്ഷ്ണതയും ഒരു ആഗ്രഹമൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു മാർപ്പാപ്പായുടെ ഒരു പ്രവൃത്തി എന്നതിലുപരിയായിട്ട് അദ്ദേഹം ഒരു പുതിയൊരു വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. കത്തോലിക്കാ സഭ എങ്ങനെയായിരിക്കണം, അവിടെ വലിയ പാരഫർണാലിയൊന്നും അല്ല ആവശ്യം. ഇവിടെ ഇങ്ങനെയുള്ള ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റണം. സഭയെന്ന് പറയുന്നത് കേവലം വലിയ ഒരു ഭരണ സംവിധാനമല്ല. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ആ വേളയിൽ തന്നെ അദ്ദേഹത്തിനായിട്ട് ഒരുക്കി വെച്ചിരുന്ന കുരിശന്മാരെ നമുക്കറിയാം. മാർപ്പാപ്പമാര് സാധാരണ സ്വർണത്തിന്റെ ഒക്കെയാണ്. പക്ഷെ അദ്ദേഹം മരിക്കുന്നത് വരെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്നത് അർജന്റീനയിൽ നിന്ന് കൊണ്ടുവന്ന അതേ കുരിശന്മാരല്ല. അതുപോലെയുള്ളത് മാത്രമായിരുന്നു. വെള്ളിയായിരിക്കണമെന്നില്ല, അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ലോഹമായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഷൂസിനെ കുറിച്ച് അന്ന് പറഞ്ഞത് അദ്ദേഹം ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഇതൊക്കെ മതി, ഇത് തേഞ്ഞ് തീരുമ്പോൾ അടുത്ത് ഇടാം. കാരണം സാധാരണ മാർപ്പാപ്പമാര് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഷൂസ് ഒക്കെയാണ് പ്രത്യേകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിലൊക്കെ എന്നെ സ്പർശിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം അത് ഈ ആശീർവാദം കൊടുക്കുന്ന സമയത്ത്, ആദ്യത്തെ ആ ലോജയിൽ നിന്ന് ആദ്യത്തെ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പരമ്പരാഗതമായിട്ട് മാർപ്പാപ്പമാർ ധരിക്കുന്ന ഒരു വെൽവെറ്റ് വസ്ത്രമുണ്ട്, ഇങ്ങനെ ഒരു കപ്പൂസ് മാതിരിയുള്ള. അപ്പോൾ ഈ തോളൊക്കെ മറിഞ്ഞു കിടക്കുന്നത് അത് ഇടണ്ടേന്ന് അദ്ദേഹത്തിന്റെ മാസ്റ്റർ സെറമണീസ് എന്നൊരു മനുഷ്യ മരീനമായിരുന്നു. അദ്ദേഹം ചോദിച്ചു വേണ്ടേന്ന് ചോദിച്ചപ്പോൾ അത് ടി വിയിൽ തന്നെ കേൾക്കാമായിരുന്നു. മരീനോ കർണവാലേജ പ്രസാദ് എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാല് കർണവാലയെ കഴിഞ്ഞു തമാശരൂപെ പറഞ്ഞതായിരിക്കാം. എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അത് ഇടാതെ തന്നെയാണത് ആശീർവാദം കൊടുത്ത് ഊറാലിട്ടിട്ടാണ്. അതിലുപരിയായിട്ട് അദ്ദേഹം ആശീർവാദം കൊടുക്കുന്നതിന് മുമ്പായിട്ട് തലകുനിച്ച് നിന്നിട്ട് ആളുകളോട് പറഞ്ഞു, സ്ക്വയറിൽ കൂടി നിന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ആശീർവദിക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അസ്തിത്വം, ഒരു പാപ്പ എന്നുള്ള അസ്തിത്വം, സഭാതലവൻ എന്നുള്ള അസ്തിത്വം എപ്പോഴും ഈ സഭയെ ആശ്രയിച്ചാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരത്തിന്റെ ശിരസ്സാണ് കർത്താവാണ്, കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്നു. പക്ഷേ എങ്കിലും അവയവങ്ങളില്ലാതെ ശിരസ് കൊണ്ട് പ്രയോജനമില്ലല്ലോ. മാത്രമല്ല പഴയ നിലയിലേക്ക് നോക്കിയേ കാണാം, ഈ ഭാഷികന്റെ പുസ്തകത്തിലൊക്കെ പറയും അഹ്റോന്റെ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ മോശയെ പോലെ തന്നെ വിശുദ്ധനായ മനുഷ്യൻ, അതുപോലെ ലേവി ഗോത്രജനായിട്ടുള്ള അഹ്റോനെ തെരഞ്ഞെടുത്ത് അവന് മനുഷ്യന്റെ പൗരോഹിത്യം കൊടുത്തു എന്നാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യരുടെ, അതായത് ആ പൗരോഹിത്യം എപ്പോഴും കർത്താവിന്റെ പൗരോഹിത്യമാണ്. പഴയ നിയമത്തിൽ കൊടുക്കുന്നത് കർത്താവിന്റെ പൗരോഹിത്യമാണ്. ജോഷുവയുടെ പുസ്തകം നമുക്കത് വായിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് തനിക്ക് ഈ പൗരോഹിത്യം അല്ലെങ്കിൽ ഈ പദവി കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ശുശ്രൂഷ രംഗം കിട്ടുന്നത് ഈ ജനം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ജനത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. പഴയ നിയമത്തില് ലേവ്യരെ അവരുടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതിന് മുമ്പായിട്ട് സകല ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ഈ ലേവിയുടെ മക്കളെ, ലേവി ഗോത്രത്തിൽപ്പെട്ട എല്ലാവരെയും ലേവ്യരെ ജനം ആശീർവദിക്കുന്ന, കൈവച്ച് ആശീർവദിക്കുന്ന ഒരു സീനുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ മാർപ്പാപ്പയുടെ മനസ്സിലുണ്ടായിരിക്കും ഞാൻ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ഈ ആളുകളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ പണത്തോടോ സ്ഥാനമാനങ്ങളോടോ വലിയ അധികാരികളോടോ ഒന്നുമല്ല, ഈ ജനത്തോടു കൂടിയായിരുന്നു. അതിന്റെ പ്രതിഫലനമായിട്ടാണ് ഞാൻ ഈ പാവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പക്ഷം ചേരലൊക്കെ കാണുന്നത്. തീർച്ചയായിട്ടും പിതാവേ, ഫ്രാൻസിസ് എന്ന ഒരു ഭാരിച്ച നാമമാണ് അദ്ദേഹം സ്ഥാനമേറ്റപ്പോൾ എടുത്തത്. ആ നാമത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാന നിമിഷം വരെ ജീവിച്ചു. ഒരു വലിയൊരു മാറ്റങ്ങളുടെ പാപ്പ എന്ന് പേരുള്ള പോലെ തന്നെ സഭയിൽ വലിയൊരു മാറ്റം അദ്ദേഹം കൊണ്ടുവന്നു. ഇനി ഈ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ തെളിച്ച വഴിയിലൂടെ സഭ ഒരു ഫ്രാൻസിസ്കൻ ടച്ചോടുകൂടി മുന്നോട്ട് പോകുമെന്നൊരു നമുക്ക് പ്രതീക്ഷിക്കാം. തൻ്റെ അനുഭവങ്ങളും പങ്കുവച്ച പൊരുന്നേടം പിതാവിന് ഒരുപാട് നന്ദി. താങ്ക് യു പിതാവേ.